കുഞ്ഞുങ്ങളെ എന്തെങ്കിലുണ്ട് വിശേഷങ്ങൾ. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റെന്ന് പറയാനില്ല, ഉറങ്ങിയിട്ടില്ല, നേരത്തെ എണീറ്റ്. എന്നിട്ടിങ്ങനെ ചിന്തിക്കുകയാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 8:30 ഭക്ഷണം വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെപ്രാളത്തിലെല്ലാം വെച്ച് ചോറും കറിയൊക്കെ വെച്ചേ. തോരനൊന്നും വെച്ചില്ല. ഇന്നലെ എൻ്റെ തയ്യക്കടയിലെ ചേച്ചിക്ക് എന്താണ് ഇന്നലെ തയ്യക്കടയിലെ ചേച്ചിക്ക് ഒരു കസ്റ്റമർ അല്ല, അവർക്ക് പരിചയമുള്ള ആരോ ആണെന്ന് തോന്നുന്നു, ഒരു കവർ നിറച്ച് ഞാൻ വിചാരിച്ച് പുളിഞ്ചിക്കായിരിക്കും. നോക്കുമ്പോൾ കോവയ്ക്ക. എന്താണ്, ആരെങ്കിലും വരുന്നുണ്ടായിരുന്നു? ആര് വരാനിവിടെ? അപ്പോൾ കുറച്ച് കോവയ്ക്ക കൊടുത്തു വിട്ടു. അപ്പം ഞാനിത് മറന്നുപോയി, എൻ്റെ കവറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കോവയ്ക്കയും കൂടി എടുത്ത് വിഴുക്ക് വരട്ടണം. അപ്പോൾ ഞാൻ എന്തിനാണ് വന്നതെന്നറിയാമോ? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ, ഞാൻ നല്ല പുട്ടിയൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഗ്ലാമറിൽ വന്നിരുന്ന് വീഡിയോ ചെയ്താലോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ എന്നെ കാണുന്നത് ഈ വൃത്തികെട്ട കോലത്തിലാണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടിയൊക്കെ അടിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര ചെത്തായിട്ട് മൊഞ്ചത്തി തറവായിട്ട് വന്നിട്ട് നിങ്ങളെ മുന്നിൽ ഇരുന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ എന്നെ മനസ്സിൽ സ്വീകരിച്ചിരിക്കുന്നത് ആരായിട്ടാണ്? ഈ വൃത്തികെട്ട കോലത്തിൻ്റെ ഉടമയായിട്ടാണ്. വൃത്തികെട്ട കോലം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല, എന്നാലും നിങ്ങൾ എന്നെ കാണുന്നത് ഒരു വീട്ടമ്മയായിട്ടാണ് അല്ലേ? ഈ ഒരു കോലത്തിൽ ഞാൻ പിന്നെ പാപ്പൂട്ടിയും ഇതൊക്കെ ഇട്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റൂലടേ. അതുകൊണ്ട് ഞാൻ വീണ്ടും എന്നല്ല, ഞാൻ ഇങ്ങനെ തന്നെ, അതായത് ഈ ഒരു വൃത്തികെട്ട കോലത്തിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് വീഡിയോ ചെയ്യും. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ ചവിട്ടി പുറം കാലം കൊണ്ട് ചവിട്ടി ദൂരത്തിറപ്പിയിരിക്കും. എന്താണ് ഞാൻ പറയാൻ വന്നതെന്നറിയാമോ? പണ്ടൊരിക്കൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു കഴുത ജന്തു എപ്പോഴും ഇരുന്നിട്ട് പറയും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മഹാവൃത്തികെട്ട ഗ്രൂപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. വെറുതെ ലെഫ്റ്റ് ആവുകയില്ല, എൻ്റെ സൗഹൃദങ്ങളെ വേരോടെ പിഴുതെടുത്തുകൊണ്ട് ഞാൻ സ്ഥലം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില കൃമികളുടെ വേരുകൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും ഞാൻ മോടോടെ പറിച്ചും കൊണ്ട് തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു, പാലൊന്ന് അടുപ്പിലാക്കിയിട്ട് ബാക്കിയേ. അപ്പോൾ അവിടെ നിന്ന് കുറേ നാൾ കൊണ്ട് ഈ പാവപ്പെട്ട ഉമ്മ പറയാറുണ്ടായിരുന്നു, അയ്യോ എന്നെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അറിവിൽ എനിക്കറിയാൻ പാടില്ല, ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയതായിട്ട് എനിക്കറിയാൻ പാടില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ കുറച്ച് തെളിവുകളൊക്കെ കുറേ തെണ്ടികൾ തന്നിട്ടുണ്ടായിരുന്നു. ആ തെളിവുകൾ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ തെളിവൊക്കെ ഇപ്പോഴേ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പ്രൈവസി കൊടുത്തിട്ട് പോലും ആ തെളിവിലൊന്നും തൊടാൻ പറ്റിയിട്ടില്ല. എന്തായാലും എൻ്റെ അറിവിൽ ഞാൻ അവരുടെ വീഡിയോകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അതിലെ കളവുകൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അവർ പറയണത് തമ്മിൽ ചേർച്ചയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അത് പറയണോ വേണ്ടേ എന്നിങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സമയം പോലെ സമയോചിതമായിട്ട് നമുക്ക് അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാം. കാരണം സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ലെങ്കിലും നമുക്ക് അതിനെയൊക്കെ കുറിച്ചിട്ട് സംസാരിക്കാനുണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്നത് അതിനല്ല. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ, അതായത് ഗൂഢാലോചന നടത്താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തികൾ സത്യത്തിൽ ഞാനുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തിയിരുന്നു. ഞാൻ ഒരിടത്തും പോയിട്ടുമില്ല, ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്തതുമായിട്ട് എനിക്ക് യാതൊരു അറിവും എൻ്റെ ഭാഗത്തു നിന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഗൂഢാലോചനയുടെ അങ്ങേ തലയ്ക്കൽ, അതായത് ഒന്നുമല്ലാത്ത ഒരു കൃമികീടമായ ബീൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ലൊട്ടിലെടുക്ക് ചാനൽ കൊണ്ട് നടക്കുന്ന ഒരു ലൊട്ടിലെടുക്ക് സ്ത്രീ, ആ സ്ത്രീയുടെ പിന്നാലെ
വട്ടമിട്ട് പറക്കുന്ന ഗൂഢാലോചനക്കാരെ നിങ്ങൾ കാണുന്നില്ലേടെ? എന്തുവാടെ? ആ, അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൂഢാലോചന അങ്ങേ തലയ്ക്കൽ. അപ്പൊ ഈ പറയുന്ന ആളുകൾ തന്നെ ഗൂഢാലോചന ചെയ്ത്, ഞാൻ ഗൂഢാലോചന ചെയ്ത് എന്ന് പറയുന്നതിന് യാതൊരു തെളിവും ഇവറ്റകൾക്ക് ആർക്കും ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ പൊതുസമൂഹത്തിൽ അവര് തന്നെ സമ്മതിച്ച് അവര് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഗൂഢാലോചന നടത്താൻ ഞങ്ങൾ ബഹുമിടുക്കരാണ്, ഞങ്ങൾ ഗൂഢാലോചന നടത്താറുണ്ട്, ഞങ്ങൾ പലരെയും നിലംപരിശാക്കാറുണ്ട്, അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇംഗിതങ്ങൾക്കും വഴങ്ങിയില്ല എങ്കിൽ എങ്ങനെ ഊരിപ്പോയാലും അവരുടെ പിന്നാലെ നടന്ന് നമ്മൾ വലിക്കും, മോനെ ചരട് നമ്മൾ വലിക്കും. പക്ഷെ അവർക്ക് തെറ്റിപ്പോയൊരു വിഷയം എന്തിനെന്നറിയാമോ? അപാര തൊലിക്കട്ടിയും അപാര മനക്കട്ടിയുമുള്ള ബീൻ ഫാമിലിയുടെ മുമ്പിലാണ്. ബീൻ ഫാമിലി എന്നുള്ള പേര് ഞാൻ മാറ്റി കേട്ടോ, ബീൻ ഗ്രൂപ്പ് എന്നാക്കി. അതായത് ചില തെണ്ടികൾ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഞാൻ ഇടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ എല്ലാവരുടെ പേരിൻ്റെയും ബാക്കിൽ ബീനുണ്ട്. എൻ്റെ മക്കളുടെ ആയിരുന്നാലും എൻ്റെ ആയിരുന്നാലും ഒഫീഷ്യലായിട്ട് എൻ്റെ പേരെന്ന് പറയുന്നത്, എൻ്റെ ഒഫീഷ്യൽ നെയിം, എൻ്റെ ആധാർ കാർഡിലുള്ള എൻ്റെ ഒഫീഷ്യൽ നെയിമിൻ്റെ പിന്നിൽ ബീൻ എന്നുള്ള പേരുണ്ട്. അതായത് എൻ്റെ ഭർത്താവിൻ്റെ പേരുണ്ടല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ പേര്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ പേര് ഹവ്വ ബീൻ, ആദം ബീൻ, ദിൽമ ബീൻ, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ മക്കളുടെയും പേരിൽ ബാക്കിൽ അവരുടെ ഒറിജിനൽ തന്തേരെ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുവോടെ, എന്തൊരു ചെയ്യാനാണെന്ന്. അപ്പം ഈ ഒറിജിനൽ പേരുള്ളത് കൊണ്ടാണ് അവരെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ബീൻ ഫാമിലി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. മുമ്പ് എപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ സത്യത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടല്ല, മിസ്റ്റർ ബീൻ, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ കൃത്യമായിട്ട് ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ള എൻ്റെ മറ്റൊരു തെളിവാണ്. എല്ലാവരും എന്നെ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് വിളിക്കുന്നത് കേട്ടോ. ഭയങ്കര പ്രൗഡാണ്. അപ്പം ഞാൻ എന്താണ് ഈ പറഞ്ഞു വന്നതെന്നറിയാമോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതില്ല, തെളിവുകൾ സംസാരിക്കും, കാലം സംസാരിക്കും. അപ്പോൾ ഞാൻ മൂടോടെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഊരിയെടുത്തും കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഇന്നും എൻ്റെ പിന്നാലെ വട്ടമിട്ട് പറക്കുകയാണ്, എനിക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് പിന്നാലെ നടക്കുകയാണ് കുറേ കുൽസിത റാണികൾ. എന്ത് പറയാനാണ്? ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാണ് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നതെന്നറിയാമോ? ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പോകാൻ ഇത് ശരിയല്ല. അതായത് എന്നെ നിലം പറ്റിക്കാൻ, അതായത് മുമ്പ് എന്നെ വെച്ച് മറ്റൊരുത്തിനെ നിലം പറ്റിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എൻ്റെ പിന്നാലെ നടന്ന് അവസാനം തോറ്റു തുന്നം പാടി. കാരണം ആ പന്നകൾ പറയണമെന്നും വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൻ്റെ ഇടയിൽ ഈ കുൽസിത റാണികളെ പിടിച്ച് ഇടയിലിടാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാറുള്ളത്. അല്ലാതെ എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ ഒരു മൈലാഞ്ചി കാടുകളെയും വളർത്തൂല. അപ്പോൾ ഇവിടെ അടുക്കളയിൽ നിന്നിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 100 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് എന്നെ പറയാൻ വേണ്ടിയിട്ട് വിടില്ല. അതായത് മെനക്കെട്ട് നമ്മുടെ സമയം നമ്മൾ മെനക്കെടുത്തി മറ്റൊരുത്തിനെ തകർക്കാനാണെങ്കിലും ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കാനാണെങ്കിലും നമ്മുടെ സമയം, നമ്മളെ മക്കളുടെ സമയം, പഠിത്തം ഒക്കെ മെനക്കെടുത്തി ഒരു സ്ഥലം വരെ പോകുമ്പോഴേ അവർ നമ്മളെ അവരുടെ വീട്ടിലെങ്കിലും കയറ്റണ്ടേടെ. അപ്പോൾ വാ തുറന്നാൽ കളവ് മാത്രം പറയുന്ന കളവ് റാണി, കളവ് കുൽസിത റാണി വീണ്ടും കളവ് തന്നെയാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇത്രയും ആർട്ടിഫിഷ്യലായിട്ട് കളവ് പറയാൻ പറ്റുന്നതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമ്മളൊരാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നല്ലയുടെ ഭക്ഷണം കഴിക്കുക എന്തോ ഒരു കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് വീട്ടിൽ പോലും കയറ്റൂല, എന്തിനധികം
ഇവളുടെ കുടുംബക്കാരെ വീട്ടിൽ പോലും ഇവളെ കയറ്റൂലെന്നേ. കാരണം അവർ പറയണ എന്തോന്നറിയാമോ, അവരുടെ ആണുങ്ങളെ ഇവളെ മുമ്പിൽ നിർത്താൻ ഇവർക്ക് ഭയങ്കര പേടിയാണത്ര. കാരണം അപ്പം തന്നെ ഇക്ക ബുക്ക ചക്ക എന്ന് പറഞ്ഞും കൊണ്ട് എടുത്ത് പോക്കറ്റ് ഇട്ടും കൊണ്ട് പൂക്കളയൂടെ. അത് കാരണം കുടുംബത്തിലുള്ളവരുടെ വീട്ടിൽ പോലും ഇവളെ കയറ്റൂല. പിന്നെയാണ് ഇവിടെ യൂട്യൂബ് വഴി കണ്ട് പരിചയപ്പെട്ട ഒരു തീരെ വീട്ടിൽ ഇവളെ കയറ്റാൻ. അങ്ങനെ വീട്ടിൽ കയറ്റിയില്ല. ഇപ്രാവശ്യവും തെരുവിൽ നിന്ന് തന്നെ സംസാരിക്കേണ്ടി വന്നു. അതെ, തെരുവല്ല, റോഡ്. അപ്പോൾ റോട്ടിൽ നിന്ന് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഒരു 10 തവണ ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് ഓണാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, വീട്ടിൽ കയറ്റിയില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഇവർ വീട്ടിൽ നിന്നല്ല ഭക്ഷണം കഴിച്ചത്. വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. അതല്ല, വീട്ടിൽ കുടുംബത്തിൽ കയറ്റൂല. ലോകത്ത് എന്തായാലും ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയുടെ കുടുംബത്തിൽ പോലും ഇവളെ കയറ്റിയിട്ടില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയെക്കുറിച്ച് പ്രവചിക്കാനോ അല്ലെങ്കിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാനോ അറിയാനോ സാധിക്കില്ല അത്ര. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇവിടുന്ന് വെല്ലുവിളികളും വെപ്രാളവും ഒക്കെ ആയിട്ട് പോയി. അയ്യോ ഞാൻ ബസ് ഓടിക്കും, മറ്റതാണ് ഞാൻ ബസ് ഓടിച്ച് കാണിക്കും. ബസ് അവിടെ കിടന്നിട്ട് പോലും തൊടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതും ഒരു വലിയ തെളിവാണ്. സമൂഹത്തിൽ ജീവിക്കാൻ ഉതകുന്ന ജീവികളല്ല ഇവര് എന്നുള്ളതാണ്. അവിടെ ചെന്നൊരു ബസ് എടുക്കാൻ ആരോഗ്യമില്ല എന്ന് പറയുന്ന അതേ ആരോഗ്യാവസ്ഥയും കൊണ്ടിട്ടാണ് തിരുവനന്തപുരം തൊട്ട് ആലുവ വരെ ഇതുകൾ പോയത്. അയ്യോ, ഇനി എനിക്ക് വയ്യായി മറ്റവളുടെ കളവുകൾ പറഞ്ഞ് മറ്റവളുടെ കളവുകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നങ്ങറ്റം വരെ പറയേണ്ടതായിട്ട് വരും. എന്തായാലും എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ചായ തട്ടിയിട്ടിട്ട് അവിടെ കിടന്ന് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തും. തീരാനൊന്നും പോകുന്നില്ല. ഇത് എൻ്റെ ജീവിതമാണ്. കാരണം എൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യത്തിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ പറയുമ്പോൾ ചില കളവുകളെക്കുറിച്ച് കൂടി എനിക്ക് പറയേണ്ടതായിട്ട് വരും. ഇനിയും പറയും. അപ്പോൾ ഓക്കെ. ഇത് പിന്നെ ഇപ്പോൾ ഞാൻ പറയാതെ പോയി കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും ഇവരെന്തോ ഭയങ്കര ആനയും ചേനയും പൂനയൊക്കെ ആക്കുന്നത് കൊണ്ട് ഞാനെന്തോ പേടിച്ച് പതറിയിരിക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വമാണ് നീക്കേണ്ടത്. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അല്ല, ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കും. അത് വിത്ത് എവിഡൻസ്, വിത്ത് പ്രൂഫ് എന്നൊക്കെ പറയാം. ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. അന്നേരം അത് ചിലപ്പോൾ എനിക്ക് നിയമത്തിൻ്റെ വഴിയെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ സംസാരിക്കേണ്ടതായിട്ട് വരണം. അത് ഞാൻ നിയമം കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ, ഞാൻ നിയമത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞു, ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൻ്റെ മേലെയും എൻ്റെ സൗഹൃദത്തിൻ്റെ മേലെയും എൻ്റെ ബന്ധങ്ങളുടെ മേലെയും കളിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയിപ്പിക്കും. അങ്ങനെ ഒരു പ്രത്യേകത എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണം കൊണ്ട് അളന്നിട്ടോ അല്ലെങ്കിൽ പണപരമായി ബന്ധങ്ങളെ വളർത്തുന്ന ഒരാളല്ല. ഞാൻ സത്യസന്ധമായ സ്നേഹത്തിൽ വളർത്തിയെടുത്ത ബന്ധങ്ങളാണ് എൻ്റെ ബന്ധങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബന്ധങ്ങളിൽ കയറി കളിച്ച ഒരാളെയും ഞാൻ വെറുതെ വിടൂല. ഈ ജന്മം ഞാൻ വെറുതെ വിടൂല. പിന്നെ ഇനി എന്ത് തേങ്ങാന്ന് പറഞ്ഞാലും എൻ്റെ മോനെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ അമ്മേനെയൊക്കെ പറഞ്ഞ കുൽസിത റാണികൾ ഈ ജന്മകാലത്ത് ഞാൻ വെറുതെ വിടൂല. പിന്നെ ഈ വർഷാവർഷം നോമ്പിൻ്റെ സമയത്തൊക്കെ പൊരുത്ത കച്ചവടം നടത്താൻ രായമ്മയ്ക്ക് എന്ത് പൊരുത്തോടെ.